ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണ്. മാത്രമല്ല ചിലപ്പോൾ ഒന്ന് കുഴപ്പിക്കാൻ ചാൻസ് ഉണ്ട്. സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഹാവ് സക്സീഡ് ഇൻ ഇൻക്രീസിംഗ്ലി ഹ്യൂമൻ റിസോഴ്സസ് സപ്ലൈ ടു വേരിയസ് സെക്ടേഴ്സ്. അനലൈസ് ദ ലിങ്കേജ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ, സ്കിൽ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ 2 പാർട്ടാണ്. സ്കിൽ ഡെവലപ്മെൻറ്റ് ആണ് മെയിൻ ക്വസ്റ്റ്യൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് സപ്ലൈ വേരിയസ് സെക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതെന്നും സെക്കൻഡ് പാർട്ട് അനലൈസ് ആണ്. അതായത് എഡ്യൂക്കേഷനും സ്കില്ലും എംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള ലിങ്കേജ്, അതിൻ്റെ അനാലിസിസ് ആണ് വേണ്ടത്. ഇതാണ് 2 പാർട്ട്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഇൻട്രൊഡക്ഷൻ കൊള്ളാം. QS വേൾഡ് ഫ്യൂച്ചറിൻ്റെ ഒരു 13th റാങ്ക് ഗ്ലോബലി, അത് കൊള്ളാം, നല്ലൊരു ഇൻട്രോ ആണ്. ഇന്ത്യ ഈസ് ദ ടോപ്പ് നേഷൻ ഇൻ സൗത്ത് ഏഷ്യ ആൻഡ് ലോവർ മിഡിൽ ഇൻകം കൺട്രീസ് ഫ്രം ദിസ് കോണ്ടെക്സ്റ്റ്. ഇതാണ് ഫസ്റ്റ് ഇൻട്രോ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ വാല്യൂ അഡീഷൻസ് നമുക്ക് പറയാൻ പറ്റും, ഇൻട്രോ ആയിട്ട് മറ്റൊരു ഇൻട്രോയും കൊടുക്കാൻ പറ്റും വേണമെങ്കിൽ. കാരണം 28.17 lakh കാൻഡിഡേറ്റ്സ് ഇൻ 36 സെക്ടേഴ്സ്, അത് 36 സെക്ടറുകളിലായിട്ട് 28.17 ലക്ഷം കാൻഡിഡേറ്റ്സ് മൊത്തത്തിൽ പല ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് 28 ലക്ഷത്തിലധികം കാൻഡിഡേറ്റ്സിന് ഭയങ്കരമായിട്ട് ഉപയോഗം ഉണ്ടായിട്ടുണ്ട് 36ഓളം സെക്ടേഴ്സിൽ. അത് ജസ്റ്റ് ഒരു ഫാക്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നല്ല ഗുഡ് ഇൻട്രൊഡക്ഷൻ ആണത്. ഓക്കെ ഫൈൻ. ദെൻ നെക്സ്റ്റ് അടുത്ത പാർട്ടിൽ പറയുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് സക്സീഡ് ഇൻ വേരിയസ് സെക്ടേഴ്സ്. അപ്പം അതാണ് നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അതിൽ ആ ഡയഗ്രാം കൊള്ളാം. നാഷണൽ ഗ്രോത്ത്, എഡ്യൂക്കേഷൻ, സ്കിൽ, എംപ്ലോയ്മെൻറ്റ്, അതായത് അതായത് ഒരു സൈക്ലിക്കൽ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഗുഡ്, നല്ലൊരു ഫിഗറാണ്. നെക്സ്റ്റ് വൺ, ഇതിൽ എഴുതിയിരിക്കുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് എങ്ങനെ വേരിയസ് സെക്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് മാനുഫാക്ചറിങ് സെക്ടർ പറഞ്ഞു. അതിൽ സ്കിൽ ഇന്ത്യ മിഷൻ, മേക്ക് ഇൻ ഇന്ത്യ മിഷൻ, എയിം ദിസ് ഗ്രോത്ത്. ഓക്കെ ഫൈൻ. വേണമെങ്കിൽ എത്ര എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്തു എന്നുള്ള ആംഗിളോട്ടേക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ദെൻ IT സെക്ടർ പറഞ്ഞു. IT സെക്ടറിൽ വേണമെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രി 4.0 എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇൻഡസ്ട്രി 4.0 ആ ഒരു ആംഗിൾ വേണമെങ്കിൽ കാണിക്കാം. അതിൽ IT പറഞ്ഞു. പക്ഷേ അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് പെർട്ടിക്കുലർലി AI, റോബോട്ടിക്സ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ബിഗ് ഡേറ്റ അനലിറ്റിക്സ് ഒക്കെ പറയാൻ പറ്റും. ഒരു മോഡേൺ ലെവലാണ്. NSDCയുടെ കാര്യം പറഞ്ഞു. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാംസ് പറഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ AI, റോബോട്ടിക്സ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ബിഗ് ഡേറ്റ അനലിറ്റിക്സ്, മെഷീൻ ലേണിംഗ് ഒക്കെ പറയാൻ പറ്റും. സെമി കണ്ടക്ടറൊക്കെ വരുന്നില്ല, വേണമെങ്കിൽ അങ്ങനെ ആംഗിളും കൊണ്ടുവരും. IT സെക്ടറിനകത്ത് തന്നെ വേണമെങ്കിൽ സെമികോൺ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ മിഷൻ അതൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ MSME ഗ്രോത്ത് പറഞ്ഞു. MSMEയുടെ അണ്ടറിൽ നവചാർ മന്ത്ര ഇനിഷ്യേറ്റീവ് ഫോർ അഗ്രിടെക്, ഓക്കെ ഹെൽത്ത് ടെക്, MSME ഗ്രോത്ത്. ഓക്കെ വേണമെങ്കിൽ MSME എത്ര GVA 33 പോയിൻറ്റ് സംതിങ് എത്ര GVA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, GVA ഗ്രോത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം വേണമെങ്കിൽ നമുക്ക് വാല്യൂ അഡീഷനായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതായത് MSME സെക്ടേഴ്സിന് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇത്ര പെർസെൻറ്റേജ് ഒരു എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ടോട്ടൽ GVAയുടെ ഗ്രോസ് വാല്യൂ അഡീഷൻ്റെ 33 പോയിൻറ്റ് സംതിങ് പെർസെൻറ്റേജ് MSME വഴിയാണ് വരുന്നത്. അത് വേണമെങ്കിൽ അങ്ങനെ ആംഗിൾ വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത ഗ്രോത്ത് ഇൻ SHGs പറയുന്ന സമയത്ത് ഓക്കെ കുടുംബശ്രീ എന്നെ വീണ്ടും പറഞ്ഞു. ഓക്കെ അതൊരു കണ്ടുവരുന്ന എക്സാമ്പിൾ തന്നെയാണ്. കുടുംബശ്രീ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ എക്സാമ്പിൾ എഴുതാം. GVKയോ അല്ലെങ്കിൽ ഏതാ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ എഴുതാം. ഓക്കെ ഫൈൻ. കുടുംബശ്രീ ഫൈനാണ്. വേണമെങ്കിൽ നമുക്ക് ലോജിസ്റ്റിക്സ് ആംഗിൾ പറയാൻ പറ്റും. ലോജിസ്റ്റിക്സ് ആംഗിൾ അതായത് 1.5 lakh e-commerce ഏജൻസി മൊത്തമുണ്ട്. ഈ ലോജിസ്റ്റിക്സ് സെക്ടറിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരുപാട് പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ലോജിസ്റ്റിക്സ് പോളിസിയൊക്കെ ഉണ്ട്. 2025 കൂടി ഇന്ത്യ, അതായത് നമ്മുടെ GDPയുടെ 8% ലോജിസ്റ്റിക് കോസ്റ്റ് എത്തിക്കുമെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എയിം ഒക്കെ ഉണ്ട്. അതൊക്കെ അച്ചീവ് ചെയ്തു ഈ വർഷം. അപ്പം ലോജിസ്റ്റിക്സ് ആംഗിൾ നോക്കുകയാണെങ്കിൽ 1.5 lakh e-commerce ഏജൻസ് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഈ നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ പോലെ ലോജിസ്റ്റിക്സ് ആംഗിൾ. അപ്പോൾ ലോജിസ്റ്റിക്സ് ആംഗിൾ കൂടെ എഴുതി കഴിഞ്ഞാൽ അത് മറ്റൊരു ആംഗിളാവും. പിന്നെ അൺഓർഗനൈസ് സെക്ടർ പറഞ്ഞു. അൺഓർഗനൈസ് സെക്ടറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും എൻ്റർപ്രിനേഴ്സ്, സ്മാൾ സ്കെയിൽ വെണ്ടേഴ്സ്, ഓക്കെ PM വിശ്വകർമ്മ സ്കീം പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ അൺഓർഗനൈസ് സെക്ടർ വരുമ്പോൾ നമുക്ക് ടെക്സ്റ്റൈൽ സെക്ടർ പറയാം. ടെക്സ്റ്റൈൽ സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സൺറൈസിങ് സെക്ടറാണ്. ഓക്കെ സൺറൈസിങ് മീൻസ് എമേർജ് ആയിക്കൊണ്ടിരിക്കുന്ന സെക്ടർ എന്നാണ്. ഇപ്പോൾ ടെക്സ്റ്റൈൽ സെക്ടർ വേണമെങ്കിൽ പറയാം. ടെക്സ്റ്റൈൽ സെക്ടറിനകത്ത് സാമർത്ഥ്യ സ്കീമൊക്കെ ഉണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സാമർത്ഥ്യ സ്കീം. അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ ഹബ്സ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ഉണ്ട്. ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി അത് പറയുമ്പോൾ ഫുഡ് പാർക്സ് ക്രിയേറ്റ് ചെയ്തു, പിന്നെ അതേപോലെ തന്നെ ഫുഡ് ഹബ്സ് ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറേ ഇത് വരുന്നുണ്ട്. അപ്പം ടെക്സ്റ്റൈൽ സെക്ടർ എഴുതുമ്പോൾ സാമർത്ഥ്യ സ്കീം പറയാം. അതേപോലെ തന്നെ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി പറയാം, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പറയാം. അപ്പം പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കുറച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ അൺഓർഗനൈസ്ഡ് എഴുതുന്നതിന് പകരം കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ അണ്ടറിൽ ടെക്സ്റ്റൈലോ അല്ലെങ്കിൽ ഓട്ടോമൊബൈലോ അല്ലെങ്കിൽ ഏതാണ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ഒക്കെ കാണിക്കായിരുന്നു. അൺഓർഗനൈസ്ഡ് നല്ലൊരു ആംഗിളാണ്. ഫൈൻ. ഓക്കെ ഞാൻ അഡീഷണലായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്ത സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ലിങ്കേജ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ, സ്കിൽ, എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ നമുക്കിതിനെ പറയുമ്പോൾ ഈ രീതിയിൽ കാണാം. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫൗണ്ടേഷനാണ്. സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലൈസേഷനാണ്. അതിൻ്റെ ഔട്ട്കമാണ് എംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ സ്കിൽ ഈസ് എഡ്യൂക്കേഷൻ ഈസ് ഫൗണ്ടേഷൻ, സ്കിൽ ഈസ് സ്പെഷ്യലൈസേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഈസ് ഔട്ട്കം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൂന്നുമുള്ള ലിങ്കേജ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫൗണ്ടേഷണൽ എഡ്യൂക്കേഷൻ. അത് പറഞ്ഞു പ്രൊവൈഡ് ഫൗണ്ടേഷണൽ എഡ്യൂക്കേഷൻ വിത്ത് വൊക്കേഷണൽ ട്രെയിനിങ് എനേബിൾ സ്റ്റുഡൻസ് മോർ സ്കിൽഫുൾ. ഓക്കെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കാണിച്ചു. PM ശ്രീ നല്ലതാണ്, കറണ്ട് അഫെയറിലുള്ള. ഓക്കെ നൈസാണ്. റെഡ്യൂസ് ഇൻഡസ്ട്രി സ്കിൽസ് ഷോർട്ടേജ്. ഓക്കെ ദർ ഇസ് എ ഗ്യാപ്പ് ഇൻ സ്റ്റുഡൻസ് നോളജ് ഇൻ ഇൻഡസ്ട്രി സ്കിൽ. അതിനൊരു കീവേഡ് പറയും, അതായത് ഇൻഡസ്ട്രി സ്കിൽ മിസ്മാച്ച് എന്ന് പറയും. അപ്പോൾ അത് വേണമെങ്കിൽ ആ ഒരു ആംഗിൾ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ NSTC അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം. പിന്നെ ഫ്യൂച്ചർ എൻ്റർപ്രിനേഴ്സ് വേരിയസ് സ്കീംസ് പ്രൊവൈഡ്
എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെൽപ്പ് ബിൽഡ് സ്റ്റുഡൻസ് എൻ്റർപ്രണേഴ്സ് മൈൻഡ് സെറ്റ്. ഓക്കെ, PM കൗശൽ വികാസ് യോജന 5. പിന്നെ ഡീറ്റെയിൽ ലിറ്ററസി പറഞ്ഞു, ഡീറ്റെയിൽ ഡിവൈഡ് പറഞ്ഞു, സപ്പോർട്ട് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് ഇൻക്രീസ് സ്റ്റുഡൻസ്. ശ്രദ്ധ ബേസ്ഡ് ഓൺ ശ്രദ്ധ കമ്മിറ്റി നല്ലതായിരുന്നു കേട്ടോ. ശ്രദ്ധ കമ്മിറ്റി റെക്കമെൻഡേഷൻസ്, NSQF സ്കിൽ കൗൺസിൽസ്, ഓക്കെ അതൊക്കെ ഓക്കെയാണ്. ഫൈൻ, നല്ല പോയിൻറ്റ്സാണ്. ഇതിനകത്ത് വേണമെങ്കിൽ ഇൻഡസ്ട്രി സ്കിൽ ഷോർട്ടേജ് എന്നതുപോലെ തന്നെ വേറെ കീവേഡ് ഇൻഡസ്ട്രി അക്കാഡമിയ ഗ്യാപ്പ് എന്ന് പറയും. അതായത് അക്കാഡമിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത്, അതായത് എഡ്യൂക്കേഷൻ പൂർത്തീകരിച്ച് വരുന്ന കുട്ടികൾക്ക് ജോലിയിലേക്ക് ഒരു എംപ്ലോയ്മെൻറ്റിന് വേണ്ട സ്കിൽ സെറ്റ് ഒന്നും ഉണ്ടാവാറില്ല. അതൊരു ഗ്യാപ്പാണ്, ഇൻഡസ്ട്രി അക്കാഡമിയ ഗ്യാപ്പ് എന്ന് പറയും. അപ്പം പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അക്കാഡമിയിൽ നിന്നും അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ആ ഇൻഡസ്ട്രിയിൽ ഒരു ജോലി ചെയ്യാൻ സ്കിൽ സെറ്റിൻ്റെ ആ ഗ്യാപ്പ് ഉണ്ടാവും നികത്തുക. അതാണ് ഇൻഡസ്ട്രി അക്കാഡമിയ അല്ലെങ്കിൽ അക്കാഡമിയ ഇൻഡസ്ട്രി മിസ്മാച്ച് ഇല്ലാണ്ടാക്കുക എന്നത് ഒരു ഉപയോഗമാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഡീറ്റെയിൽ ലിറ്ററസി, സപ്പോർട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓക്കെ ഫൈൻ. ഈ പോയിൻറ്റ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, നൈസാണ്. ഓക്കെ, ഇതിന് ശേഷം വേണം അക്കാഡമി ഇൻഡസ്ട്രി ഐസൊലേഷൻ എന്നൊരു അത് പോട്ടെ. അതിനുശേഷം ചലഞ്ചസ്. ഈ ചലഞ്ചസ് പറയുമ്പോൾ ലാക്ക് ഓഫ് ഫണ്ട് പറഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടിൻ്റെ അഭാവം പറഞ്ഞിട്ടുണ്ട്, ലാക്ക് ഓഫ് ക്വാളിഫൈഡ് ട്രെയിനേഴ്സ്, ഫീമെയിൽ ലേബർ പാർട്ടിസിപ്പേഷൻ റേറ്റ് കുറവാണ്, അതൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പാരഡോക്സ് ഓഫ് ഹൈ ഡിഗ്രി ആൻഡ് ലോ എംപ്ലോയബിലിറ്റി. ഹൈ ഡിഗ്രി ഉണ്ടായിരിക്കാം പക്ഷേ എംപ്ലോയബിലിറ്റി കുറവായിരിക്കും. അതായത് MAയും MEdും അല്ലെങ്കിൽ MBA ഒക്കെ പഠിച്ച് ഹൈലി എഡ്യൂക്കേറ്റഡും ക്വാളിഫൈഡുമായിട്ടുള്ള ആൾക്കാർക്ക് പഠിച്ചിറങ്ങിയതിന് ശേഷം ജോലി കിട്ടുന്നില്ല. അതാണ് പാരഡോക്സ് ഓഫ് ഹൈ ഡിഗ്രി ആൻഡ് ലോ എംപ്ലോയബിലിറ്റി എന്ന് പറയും. അതേപോലെ അക്കാഡമി ഇൻഡസ്ട്രി ഐസൊലേഷൻ, ഞാൻ പറഞ്ഞ മിസ്മാച്ചിൽ അതിന് മറ്റൊരു കീവേഡാണ് അക്കാഡമി ഇൻഡസ്ട്രി ഐസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതാം. ഈ ചലഞ്ചസ് പറയുമ്പോൾ ജസ്റ്റ് എപ്പോഴായാലും നമ്മൾ ചലഞ്ചസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഡൻ വേ ഫോർവേഡ് പറഞ്ഞേ പറ്റും. 4 ചലഞ്ച് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു 2 വേ ഫോർവേഡെങ്കിലും പറഞ്ഞേ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേ ഫോർവേഡ് പറയാമായിരുന്നു. അവിടെ വേണമെങ്കിൽ നമുക്ക് PM കൗശൽ വികാസ് യോജനയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ NSQFൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രയർ സെക്ടർ ലേണിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രയർ സെക്ടർ ലേണിംഗ് പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസ് വേണമെങ്കിൽ കോട്ട് ചെയ്യായിരുന്നു. നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് സ്കീംസ് കിട്ടും. UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് സ്കീംസ് കിട്ടുന്നതാണ്. ഒരു 3-4 കോട്ട് ചെയ്ത് വെച്ചോ. ദെൻ അതിന് ശേഷം കൺക്ലൂഷനിലായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആംഗിൾ പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ്. അതേപോലെ തന്നെ SDG 8 പറയുന്നത്, SDG 8 ആണോ, SDGയും പറയുന്നുണ്ട്, ഓക്കെ ഫൈൻ. അത് കൂടാതെ ഡെമോഗ്രാഫി ഡിവിഡൻറ്റും പറയുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് മറ്റൊരു കീവേഡ് ആഡ് ചെയ്യാം, സർട്ടിഫിക്കേഷൻ ടു കോമ്പിറ്റൻസി. ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ അനുസരിച്ച് എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ സ്കിൽസ് വഴി നമുക്ക് സർട്ടിഫിക്കേഷനാണ്. ഞാൻ ഡിഗ്രി പാസ്സായാലും അല്ലെങ്കിൽ PG പാസ്സായാലും എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്. പക്ഷേ എനിക്ക് കോമ്പിറ്റൻസി ഉണ്ടാകുന്നില്ല. അപ്പം സർട്ടിഫിക്കേഷൻ ടു കോമ്പിറ്റൻസിയാണ് ഇപ്പോൾ വേണ്ടത്. സർട്ടിഫിക്കേഷൻ മാത്രം പോരാ, ഇപ്പോൾ നമുക്ക് സർട്ടിഫിക്കേഷനിൽ നിന്നും കോമ്പിറ്റൻസി ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ്, അത് ഹൈലി സ്കിൽഫുൾ ആയിട്ട് എംപ്ലോയ്മെൻറ്റ് ജനറേഷന് വേണ്ടിയുള്ള കോമ്പിറ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ സർട്ടിഫിക്കേഷൻ ടു കോമ്പിറ്റൻസി എന്നൊരു കീവേഡോടെ കൺക്ലൂഷൻ ആഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇത്രയാണ് ഫൈൻ. ഓവറോൾ ആൻസർ നോക്കുമ്പോൾ വെരി ഗുഡ്. സ്ട്രക്ചറിങ് ഒക്കെ ഓക്കെയാണ്, നല്ല രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇൻട്രോ കൊള്ളാം, പ്രോപ്പർ എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്, സെപ്പറേഷൻസ് എല്ലാം അടിപൊളിയാണ്, കീവേഡ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, നൈസാണ്. പിന്നെ കൂടുതൽ കീവേഡ്സിനാണ് ആ ഭാഗം വരുന്നത്. അതായത് എക്സാമ്പിൾസ് ഉണ്ട്, അത്യാവശ്യം പോയിൻറ്റ്സ് ഉണ്ട്, കുറച്ച് യുണീക്ക് കീവേഡ്സ് ഒക്കെ അത്യാവശ്യം തപ്പിപ്പിടിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും.